നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 27 നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ വിഷുബലമാണ് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാരുടെ വിഷുബലത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്നതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ വിഷുബലമാണ് പറയേണ്ടത്. 2024 വിഷു മുതൽ 2025 വിഷു വരെയുള്ള കാലം, അതായത് കൊല്ലവർഷം 1199 വിഷു മുതൽ കൊല്ലവർഷം 1200 വിഷു വരെയുള്ള സമയം. വിഷുബലത്തെ പറയുമ്പോൾ ദേവതാഫലം, ശൂലഷട്കാദി ഫലം എന്നിങ്ങനെ പ്രത്യേകം ഫലങ്ങളുണ്ട്. അതുകൂടാതെ നക്ഷത്ര ഫലവും ചേർത്താണ് വിഷുബലത്തെ സമ്പൂർണമായിട്ട് അവതരിപ്പിക്കുന്നത്. ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓരോ നക്ഷത്രക്കാരുടെയും വിഷുബലത്തെ നമുക്ക് പ്രതിപാദിക്കാം. ആദ്യം ഭരണി നക്ഷത്രക്കാരെ പ്രതിപാദിക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾ അറിയിക്കുന്ന എൻ്റെ തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുബലത്തെ പരിശോധിക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ദേവത ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വിഷു വർഷമായിരിക്കും വരുന്നത്. ഭരണി നക്ഷത്രം അന്ത്യഷട്കത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ജനനേതൃത്വം ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മേലധികാരികളുടെ പ്രീതിക്ക് പാത്രീഭൂതരാകുന്നതാണ്. പൊതുവെ അധികാര പ്രാപ്തിയൊക്കെ ഉണ്ടാകുന്നതാണ്. സുഖം കൈവരുന്നതാണ്. ഇനി നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലവും കൂടെ ഒന്ന് പരിശോധിക്കാം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലമാണ്. തൊഴിൽപരമായിട്ട് അല്പസ്വല്പമൊക്കെ അലച്ചിലുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഔദ്യോഗിക രംഗത്തൊക്കെ കഠിന പരിശ്രമം കൊണ്ട് മാത്രമേ കാര്യങ്ങളൊക്കെ സാധിക്കുകയുള്ളൂ. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമൊക്കെ മാറ്റിവയ്ക്കപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. ഏറ്റെടുത്ത ജോലികളൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അന്യരോടുള്ള പെരുമാറ്റത്തിലൊക്കെ തെറ്റിദ്ധാരണ സംഭവിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സ്വദേശത്ത് നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക നേട്ടത്തിനും സാഹചര്യമുണ്ട്. വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. തർക്കങ്ങളിലൊക്കെ മധ്യസ്ഥം കൈവരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്ന സമയമാണ്. വിശ്രമാവസരങ്ങളൊക്കെ കുറയുന്നതാണ്. അർഹിക്കാത്ത ധനം കൈവശം വന്നു എന്ന് വരാം. സന്താനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വളരെ കാലമായിട്ട് ശ്രമിച്ചിട്ടും സാധിക്കാതിരുന്ന ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിച്ചു എന്ന് വരാം. മാതാവിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ജീവിത പങ്കാളി വഴിയും നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല മികവ് പ്രകടിപ്പിക്കാൻ സാഹചര്യമുണ്ടാകും. അടുത്ത ബന്ധുക്കളിലേക്ക് വിവാഹം നടക്കുന്നതിനുള്ള മേൽനോട്ടം വഹിക്കുന്നതിനോ അതിലൊക്കെ പങ്കെടുക്കുന്നതിനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇത്രയും കാര്യങ്ങളാണ് ഭരണി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുബലവുമായി പറയാനുള്ളത്. ഭരണി നക്ഷത്രത്തിന്റെ ദേവതയായി വന്നിരിക്കുന്നത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവായതുകൊണ്ട് തന്നെ സർവ്വദേവതകളെയുമാണ് പ്രീതിപ്പെടുത്തേണ്ടത്. എല്ലാ ദേവതകളെയും അവരവരുടെ ദേശദേവത, കുടുംബ പരദേവത എന്നീ ദേവതകളെ പ്രത്യേകമായിട്ട് പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഒരു വിഷുവർഷക്കാലത്തെ ദോഷങ്ങളിൽ നിന്ന് ഇല്ലാതാകാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുബലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.